പഴയ നിയമത്തിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ ജനത്തിന് ഏറ്റവും പ്രിയപ്പെട്ടതും അതുപോലെ അവർ വളരെ പ്രാധാന്യം നൽകിയ ഒന്നാണ് ദേവാലയം. അതുപോലെ ആ ദേവാലയത്തിൽ കൂടിച്ചേരൽ അവർ വളരെ പ്രാധാന്യം കൊടുത്ത ഒന്നാണ്. നമുക്ക് പഴയ നിയമത്തിലേക്കോ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ സ്വഭാവങ്ങളിലേക്കൊക്കെ നമ്മൾ നോക്കുമ്പോൾ അങ്ങനെയാണ് കാണാൻ കഴിയുന്നത്. ആ ദേവാലയത്തെ ഏറ്റവും മനോഹരമായി തന്നെ സൂക്ഷിക്കാനായിട്ട്, അല്ലെങ്കിൽ പഴയ നിയമം നമ്മൾ വായിച്ചു കൊണ്ട് രാജാക്കന്മാരുടെ പുസ്തകം അല്ലെങ്കിൽ ചരിത്ര പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ അതിനെ ഏറ്റവും മനോഹരമായി തന്നെ സൂക്ഷിക്കാൻ അന്നുള്ള രാജാക്കന്മാരും പുരോഹിതന്മാരും ഒക്കെ ഉത്സാഹിച്ചിരുന്ന ചരിത്രം നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ആ സാമാന്യ ജനത്തിന് അല്ലെങ്കിൽ സാധാരണ ജനങ്ങൾക്കൊക്കെ ആ ദേവാലയം എന്ന് പറയുന്നത് ഒരു അഭിമാന വിഷയവുമായിരുന്നു. അവർക്കൊക്കെ വളരെ സന്തോഷവും വളരെ അഭിമാനം പോലെ അവർ കൊണ്ടെടുത്തിരുന്നു. വിവിധ ഉത്സവങ്ങളും പെരുന്നാളിലും പങ്കെടുക്കേണ്ടതിന് എല്ലായിടത്തു നിന്നും അതിൻ്റെ അങ്ങേ അറ്റത്തു നിന്നൊക്കെ ജനം യെരുശലേം ദേവാലയത്തിലേക്ക് വന്ന് അല്ലെങ്കിൽ അവിടെ ഒത്തുചേർന്നിരുന്നു എന്നൊക്കെ പല സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മോശയ്ക്ക് ദൈവം പർവ്വതത്തിൽ കാണിച്ചു കൊടുത്ത മാതൃക പ്രകാരം തന്നെയാണ് ആ പഴയ നിയമ ദേവാലയം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് നമുക്കറിയാം. ആ ഭാഗങ്ങളൊക്കെ ഞാൻ അതിലേക്കൊന്നും അല്ല ഇന്ന് രാത്രി കടന്നു പോകാൻ ആഗ്രഹിക്കുന്നത്. ആ ദേവാലയത്തെ കുറിച്ച് പറയുമ്പോൾ സാധാരണ ജനങ്ങൾക്ക് ആ ദേവാലയത്തിനുള്ളിൽ പ്രവേശിക്കുന്നതിനും കാണുന്നതിനൊക്കെ പരിമിതികൾ ഉണ്ടെങ്കിലും അവർ പ്രാകാരത്തിൽ വന്ന് ഭയത്തോടെ അവിടെ നടക്കുന്ന ശുശ്രൂഷകളെ വീക്ഷിക്കുമായിരുന്നു. അവർക്കതൊക്കെ കാണാമായിരുന്നു. ആ വിശുദ്ധ സ്ഥലത്തിൽ അല്ലെങ്കിൽ പ്രാകാരത്തിന്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് അവിടെയുള്ള കുറെ കാര്യങ്ങളൊക്കെ കാണുവാനുള്ള സാവകാശം അവർക്കുണ്ടായിരുന്നു. അതിലെ വിശുദ്ധ സ്ഥലത്തേക്ക് പുരോഹിതന്മാർക്ക് പ്രവേശനം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ ദേവാലയത്തിലെ അതിവിശുദ്ധ സ്ഥലത്ത് മഹാപുരോഹിതന് ആണ്ടിൽ ഒരിക്കൽ മാത്രമായും പ്രവേശനം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നമുക്കൊക്കെ അറിയാമായിരുന്നു. ഇനി അവരുടെ രാജ്യത്തെ കുറിച്ച് നോക്കുമ്പോൾ ഇസ്രായേലിന്റെ സമാധാനത്തെയും സമൃദ്ധിയെയും ആ ദേവാലയത്തിലും അല്ലെങ്കിൽ ദേവാലയത്തോടും അവിടെ നടക്കുന്ന ആ ശുശ്രൂഷകളിലെ ദൈവീയ പ്രസാദത്തോടും ചേർന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നാണ്. അവിടെ കാര്യങ്ങളൊക്കെ ക്രമമാണെങ്കിൽ ഇസ്രായേലിനൊരു സമാധാനമുണ്ട്, അവിടെ ഒരു സമൃദ്ധിയുണ്ട് എന്നുള്ള കാര്യം പഴയ നിയമത്തിലുടനീളം നമുക്ക് കാണാവുന്ന ഒരു കാര്യമായിരുന്നു. അതുപോലെ തന്നെ ആ ദേവാലയത്തിൽ മറ്റ് ജാതികളിലും വംശങ്ങളിലും ഉള്ളവർക്ക് അവർക്കൊരു പ്രവേശനമുണ്ട്, ഒരു നിയന്ത്രിതമായ ഒരു പ്രവേശനം ഉണ്ടായിരുന്നു. നമ്മൾ കർത്താവിന്റെ കാലത്തുള്ള ദേവാലയത്തിന്റെ പിക്ചറൊക്കെ നോക്കുകയാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ പുറജാതികൾക്ക് വേണ്ടി ദേവാലയത്തിന്റെ അല്ലെങ്കിൽ അതിന് ചുറ്റുമുള്ള പ്രാകാരത്തിന് പുറത്തായി ജാതികളുടെ പ്രാകാരം എന്ന പേരിൽ ഒരു സ്ഥലം വേർതിരിച്ചതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമ്മൾ ഈ ദേവാലയത്തിന്റെ ചരിത്രത്തിലേക്ക് പോവുകയാണെങ്കിൽ അധികമൊന്നും ഞാൻ അതിൽ പറയുന്നില്ല. ഇസ്രായേൽ ആദ്യം ഉണ്ടായിരുന്ന ഒരു സമാഗമന കൂടാരമായിരുന്നു. ആ സമാഗമന കൂടാരത്തിന് പകരമായി ശലോമോൻ രാജാവ് ഏറ്റവും മനോഹരമായി ഒരു ദേവാലയം പണിതു. വളരെ മനോഹരമായി അതിന്റെ കാര്യങ്ങളൊക്കെ ആ പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിന്റെ മഹത്വത്തിൽ, ആ മനോഹരമായ ദേവാലയത്തിന്റെ മഹത്വത്തിൽ ആ ജനം മുന്നോട്ട് പോകുമ്പോൾ യെശയ്യാ പ്രവാചകനിലൂടെ ആ ദൈവത്തിന്റെ ആലയത്തെക്കുറിച്ച് വളരെ സുപ്രധാനമായ ചില പ്രവചനങ്ങൾ ഉണ്ടായത് അതിന്റെ 56-ാം അധ്യായത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. ഞാൻ ആ വേദഭാഗങ്ങളൊന്ന് വായിക്കട്ടെ. യെശയ്യാ പ്രവചനം 56-ാം അധ്യായത്തിന്റെ 3 മുതലുള്ള വാക്യങ്ങളിൽ ഇങ്ങനെയാണ് കാണാൻ കഴിയുന്നത്. യഹോവയോട് ചേർന്നിട്ടുള്ള അന്യജാതിക്കാരൻ യഹോവ എന്നെ തന്റെ ജനത്തിൽ നിന്ന് ശേഷം വേർപെടുത്തും എന്ന് പറയരുത്. ഷണ്ണനും ഞാൻ ഒരു ഉണങ്ങിയ വൃക്ഷം എന്ന് പറയരുത്. എന്റെ ശബ്ബത്ത് ആചരിക്കുകയും എനിക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുകയും എന്റെ നിയമം പ്രമാണിക്കുകയും ചെയ്യുന്ന ഷണ്ണന്മാരോട് യഹോവയായി ഞാൻ ഇപ്രകാരം പറയുന്നു: ഞാൻ അവർക്ക് എന്റെ ആലയത്തിലും എന്റെ മതിലകങ്ങളിലും പുത്രിപുത്രന്മാരെക്കാൾ വിശേഷമായ ഒരു ജ്ഞാപകവും നാമവും കൊടുക്കും. ഛേദിക്കപ്പെടാത്ത ഒരു ശാശ്വത നാമം തന്നെ ഞാൻ അവർക്ക് കൊടുക്കും. 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, യഹോവയെ സേവിച്ച് അവന്റെ നാമത്തെ സ്നേഹിച്ച് അവന്റെ ദാസന്മാരായിരിക്കേണ്ടതിന് യഹോവയോട് ചേർന്ന് വരുന്ന അന്യജാതിക്കാരെ ശബ്ബത്തിനെ അശുദ്ധമാക്കാതെ ആചരിക്കുകയും എന്റെ നിയമം പ്രമാണിച്ച് നടക്കുകയും ചെയ്യുന്നവരൊക്കെയും തന്നെ. 7-ാം വാക്യമാണ് അതിന്റെ പ്രധാന കുറിവാക്യം എന്ന് പറയുന്ന വാക്യം. 7-ാം വാക്യമാണ്: ഞാൻ എന്റെ വിശുദ്ധ പർവ്വതത്തിലേക്ക് കൊണ്ടുവന്ന് എന്റെ പ്രാർത്ഥനാലയത്തിൽ അവരെ സന്തോഷിപ്പിക്കും. അവരുടെ ഹോമയാഗങ്ങളും ഹന്യയാഗങ്ങളും എന്റെ യാഗപീഠത്തിന്മേൽ പ്രസാദകരമായിരിക്കും. എന്റെ ആലയം സകല ജാതികൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. 8-ാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു: ഞാൻ അവരോട് അവരുടെ ശേഖരിക്കപ്പെട്ടവരോട് തന്നെ ഇനി മറ്റുള്ളവരെയും കൂട്ടിച്ചേർക്കുമെന്ന് ഇസ്രായേലിന്റെ ഭ്രഷ്ടന്മാരെ ശേഖരിക്കുന്ന ദൈവമായ യഹോവയുടെ അരുളപ്പാട്. ഈ തിരുവചനം നമ്മൾ പാസേജ് മുഴുവനായിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് കിട്ടാൻ വേണ്ടി ഞാൻ ആ പ്രവചന ഭാഗം മുഴുവനായിട്ട് വായിച്ചു എന്നേ ഉള്ളൂ. നമുക്ക് മുന്നോട്ട് പോകാം. ചില ഭാഗങ്ങളൊക്കെ ചിന്തിച്ചു വന്നിട്ട് നമ്മൾ ആ 7-ാം വാക്യത്തിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പഴയ നിയമ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ യഹോവയുടെ സന്നിധിയിൽ പ്രവേശനമില്ലാത്ത 2 കൂട്ടരാണ് അന്യജാതിക്കാരും ഷണ്ണന്മാരും. നമുക്ക് ആ ഭാഗങ്ങളൊക്കെ അറിയാം. അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ അതിലേക്ക് വിവരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒന്നിനും ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞ് മുന്നോട്ട് പോട്ടെ. അന്നേരം ഇവിടെ പറയുന്ന അന്യജാതിക്കാർ എന്ന് പറയുമ്പോൾ ദൈവം തെരഞ്ഞെടുത്ത
ഒരു ജാതി എന്ന നിലയിൽ ആ ഒരു ജാതിക്ക് ഒരു പ്രാധാന്യം അന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ കൂട്ടത്തിലുണ്ടായിരുന്ന ഷണ്ഡന്മാർ എന്ന് പറയുമ്പോൾ ശാരീരികമായ ഏതെങ്കിലും ന്യൂനതയുള്ളവരെല്ലാം ഷണ്ഡന്മാരുടെ ഗണത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു എന്ന് മനസ്സിലാക്കാം, അല്ലെങ്കിൽ ദേവാലയ പ്രവേശനത്തോടുള്ള ബന്ധത്തിൽ അങ്ങനെ കരുതിയിരുന്നു എന്ന് മനസ്സിലാക്കാം. ലേവ്യ പുസ്തകത്തിൽ ചില വാക്യങ്ങൾ ഇങ്ങനെയാണ്, 21-ാം അധ്യായത്തിൽ ഇങ്ങനെ ചില വാക്യങ്ങളുണ്ട്. ആ വാക്യങ്ങളോട് ഞാൻ വായിച്ചിട്ട് മടങ്ങി വരാം. നീ അഹ്റോനോട് പറയേണ്ടതെന്നാൽ നിന്റെ സന്തതിയിൽ അംഗഹീനനായവൻ നിന്റെ ദൈവത്തിന്റെ ഭോജനം അർപ്പിപ്പാൻ ഒരിക്കലും അടുത്തു വരരുത്. അംഗഹീനനായ യാതൊരുത്തിനും അടുത്തു വരരുത്. കുരുടൻ, മുടന്തൻ, പതിമൂക്കൻ, അധികാംഗൻ, കാലൊടിഞ്ഞവൻ, കൈയൊടിഞ്ഞവൻ, കൂനൻ, മുണ്ടൻ, പൂക്കണ്ണൻ, അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് പറയാ. അതുപോലെ പുരോഹിതനായ അഹ്റോന്റെ സന്തതിയിൽ അംഗഹീനനായ ഒരുത്തിനും ദൈവത്തിന്റെ യഹോവയുടെ ദഹനയാഗങ്ങൾ അർപ്പിപ്പാൻ അടുത്തു വരരുത്. അവൻ അംഗഹീനൻ, അവൻ തന്റെ ദൈവത്തിന്റെ ഭോജനം അർപ്പിപ്പാൻ അടുത്തു വരരുത്. പ്രിയമുള്ളവരെ, ഈ വേദഭാഗത്ത് പറയുന്നത് പോലെ അവസരം ലഭിക്കാതെ പോയ അവർക്കും കൂടെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രവേശിക്കുക അല്ലെങ്കിൽ പ്രവേശനത്തിന് അവസരം ഉണ്ടാകുമെന്ന ഒരു വലിയ വാഗ്ദത്തമാണ് യെശയ്യാ പ്രവചനത്തിലൂടെ ഇവിടെ വെളിപ്പെടുത്തുന്നത്. യഥാർത്ഥത്തിൽ പാപം നിമിത്തമാണ് സകല മനുഷ്യരും ശാപത്തിനും മരണത്തിനും ഇരയായത്. അതെല്ലാം നമുക്ക് അറിയാവുന്നതാണ്. അതിലൂടെ എല്ലാവരും ദൈവസന്നിധിയിൽ നിന്ന് അവരെല്ലാം അകന്നുപോയി എന്നുള്ള കാര്യവും നമുക്കറിയാം. അവിടെ നിന്നും കാലാകാലങ്ങളായി ദൈവം ഒരുക്കുന്ന രക്ഷാപദ്ധതിയിലൂടെ സകല മനുഷ്യർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുവാനും ദൈവത്തിങ്കിലെ അവകാശങ്ങൾ പ്രാപിക്കുവാനും അവസരമുണ്ടെന്നുള്ള കാര്യവും കഴിഞ്ഞ നാളുകളിലൊക്കെ നമ്മൾ പഠിക്കുകയും നമ്മൾ ഗ്രഹിക്കുകയും ഒക്കെ ചെയ്തതാണ്. ഞാൻ കഴിഞ്ഞ തലമുറയിലെ ചില ദേവദാസന്മാർ പഴയ ഓഡിയോ ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, ഇങ്ങനെ പ്രസംഗിച്ച് കേട്ടതുണ്ട്, ഓർക്കുന്നുണ്ട്. സ്വർഗം തരിശായി കിടന്നാൽ പോലും യോഗ്യത പ്രാപിക്കാത്ത ഒരുത്തിനെയും ദൈവം അവിടേക്ക് കടത്തിവിടില്ല എന്ന് പ്രസംഗിച്ചത് നിങ്ങളും ചിലരൊക്കെ കേട്ടു. ആശാരി ഉപദേശി അതുപോലെ ചില പഴയ ദേവദാസന്മാരൊക്കെ പ്രസംഗിച്ച് അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ളത്. എന്നാൽ അങ്ങനെ പറയാൻ ഉദ്ദേശിക്കുക, അതായത് അങ്ങനെ പറയുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വിശുദ്ധിയുടെ ഭയങ്കരത്വത്തെ വിശദീകരിക്കാൻ വേണ്ടിയാണ് അവർ അങ്ങനെ അന്ന് പ്രസംഗിച്ചിരുന്നത്. എന്നാൽ ഞാൻ അതിന്റെ വേറൊരു വശം ഇതിനോട് ചേർത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെയാണ്. രക്ഷ പ്രാപിക്കുവാനായി കർത്താവിൽ വിശ്വസിക്കുവാനും ആശ്രയിക്കുവാനും മനസ്സുണ്ടെങ്കിൽ ഭൂമിയിൽ ജനിച്ച് ജീവിച്ച സകല മനുഷ്യർക്ക് വേണ്ടത്ര സ്ഥലവും അവകാശങ്ങളും സ്വർഗത്തിലെ ദൈവം ഒരുക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ഒരു കൂട്ടമാണ്, അല്ലെങ്കിൽ ഒരു ചെറിയ കൂട്ടം, അല്ലെങ്കിൽ ഒരു ജാതി മാത്രം, അല്ലെങ്കിൽ ഒരു ചെറിയൊരു അംശം മാത്രമേ നിത്യതയിൽ പോകൂ എന്നുള്ളതൊക്കെ അത് നമ്മൾ തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അങ്ങനെയൊക്കെ പറയുമെങ്കിൽ പോലും വിശ്വസിക്കാൻ ആരെല്ലാം തയ്യാറുണ്ടോ, കർത്താവിൽ ആശ്രയിപ്പാൻ ആരെല്ലാം തയ്യാറുണ്ടോ, അവർക്കൊക്കെ അവിടെ സ്ഥലമുണ്ട്, അവകാശങ്ങളുണ്ട് എന്നുള്ള കാര്യം കൂടെ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പഴയ നിയമകാലത്തിൽ നമ്മളിപ്പോ മുമ്പ് വായിച്ചിരുന്നത് കുറെ പേർക്ക് ആ ദേവാലയത്തിൽ പ്രവേശനമില്ല എന്നുള്ള കാര്യം നമ്മൾ കണ്ടിരുന്നു. അതായത് പഴയ നിയമകാലത്തിൽ ഇങ്ങനെയുള്ള വേർതിരിവുകൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും ഇന്നത്തെ കാലഘട്ടത്തിൽ സമത്വത്തിന് വേണ്ടി വാദിക്കുന്നതാണ്. സ്ത്രീ പുരുഷ സമത്വം, അല്ലെങ്കിൽ ജാതികളുടെ ഇടയിൽ സമത്വം എന്ന് പറഞ്ഞിരിക്കുന്ന എല്ലാവരും ഒരുപോലെ എന്ന രീതിയിലേക്കൊക്കെ കരുതുന്ന ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള വേർതിരിവുകൾ പഴയ നിയമകാലത്തിൽ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ വേർതിരിവുകളൊക്കെ നമ്മുടെ ചിന്താഗതിയിൽ പലരുടെയും ചിന്താഗതിയിലൊക്കെ പ്രയാസം ഉളവാക്കുന്നതാണെങ്കിലും ആ വേർതിരിവുകൾ ദൈവസന്നിധിയിലെ വിശുദ്ധിയും പൂർണ്ണതയും എത്രമാത്രം ഉയർന്നതാണെന്നുള്ള അറിവ് നമുക്ക് നൽകാനാണ്. നമുക്കതിനെക്കുറിച്ച് ഗ്രഹിക്കാൻ വേണ്ടി തന്നെയാണ് അങ്ങനെയുള്ള വേർതിരിവുകൾ ആദ്യകാലങ്ങളിൽ അങ്ങനെ ചെയ്തതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതായത് പഴയ നിയമത്തിൽ ഇങ്ങനെയുള്ള അംഗഹീനരായിരിക്കുന്നവരൊന്നും പുരോഹിതന്മാരായോ അല്ലെങ്കിൽ അങ്ങനെ ശുശ്രൂഷകൾക്കായിട്ടോ ദേവാലയത്തിൽ കടന്നു വരുമെന്ന് പറയുമ്പോൾ, അതായത് ഒരു പുരോഹിതൻ മാനുഷികമായ ഒരു ഊനവും അതായത് കുറവുകളൊന്നും കാണരുതെന്ന് പറയുമ്പോൾ വെളിപ്പെടുവാനിരിക്കുന്ന ശ്രേഷ്ഠ മഹാപുരോഹിതന് സ്വർഗത്തിന്റെ ദൃഷ്ടിയിലോ ഭൂമിയിലോ യാതൊരു ഊനവുമില്ല എന്നുള്ളതിനെ അറിയിക്കുകയാണ് അതിലൂടെ ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. യാതൊരു ഊനവുമില്ലാത്ത ക്രിസ്തുയേശുവിൽ കൂടി അവന്റെ മഹാപുരോഹിത ശുശ്രൂഷകളിൽ നമുക്ക് അല്ലെങ്കിൽ ശുശ്രൂഷകളിലൂടെ നമ്മളും ദൈവത്തിന് അല്ലെങ്കിൽ ദൈവം നമുക്കായി വെച്ചിരിക്കുന്ന പൂർണ്ണതയും വിശുദ്ധിയും പ്രാപിക്കുന്നു എന്നുള്ള ആ വലിയ സത്യത്തെയാണ് അതിലൂടെ നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നത്. പഴയ നിയമകാലത്ത് ദൈവത്തിന്റെ ശബത്ത് അല്ലെങ്കിൽ ശബത്ത് എന്ന് പറയുമ്പോൾ അതൊരു അന്നത്തെ ഒരു നിയമമായിരുന്നു, ദൈവം കൊടുത്തിരിക്കുന്ന ഒരു കൽപ്പന, അല്ലെങ്കിൽ ദൈവത്തിന്റെ കൽപ്പനകൾ അല്ലെങ്കിൽ ദൈവത്തിന്റെ നിയമങ്ങൾ അല്ലെങ്കിൽ പ്രമാണങ്ങൾ എന്ന അർത്ഥത്തിൽ നമുക്ക് എടുക്കാം. അതിനെയൊക്കെ ആചരിക്കുകയും ദൈവത്തിന് ഇഷ്ടമുള്ളതിനെ തിരഞ്ഞെടുക്കുകയും ദൈവത്തിന്റെ നിയമങ്ങളെ പ്രമാണിക്കാൻ ആഗ്രഹിക്കുന്ന സകലരെയും അവരുടെ പഴയ കാല യോഗ്യത നോക്കാതെ തന്നെ ദൈവസന്നിധിയിൽ ദൈവത്താൽ തന്നെ കൊണ്ടുവരപ്പെട്ട് അവർ മാനിക്കപ്പെടുമെന്നാണ് ദൈവം യെശയ്യാ പ്രവാചകനിലൂടെ ഈ വേദഭാഗത്തിലൂടെ നമ്മളോട് അരുളി ചെയ്യുന്നത്. യെശയ്യാ പ്രവചനം 56-ാം അധ്യായം വെളിപ്പെടുത്തുന്നത് ദൈവത്തിന്റെ വിശുദ്ധിയിലേക്കും പൂർണ്ണതയിലേക്കുമുള്ള ആ സ്വർഗീയ ക്ഷണം ഇസ്രായേലിലെ തെരഞ്ഞെടുക്കപ്പെട്ട ജനത്തിന് അപ്പുറത്തേക്ക് വ്യാപിക്കുമെന്നുള്ളതാണ്. അന്ന് അവർ കരുതിയിരുന്നു അവർ മാത്രമായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ആ പ്രവാചക വാക്യങ്ങൾ ദൈവത്തിന്റെ ഹിതത്താൽ അരുളി ചെയ്യുമ്പോൾ അതിന് പുറത്തേക്ക് ആ തെരഞ്ഞെടുക്കപ്പെട്ടു എന്ന് പറഞ്ഞ് അവർ അല്ലെങ്കിൽ ആഗ്രഹിക്കുകയോ അല്ലെങ്കിൽ അവർ വിചാരിച്ചിരുന്ന
അഭിമാനിച്ചിരുന്ന അതിന് പുറത്തേക്ക് അത് കടന്നു പോകുമെന്നുള്ളതാണ് അവിടെ അറിയിക്കുന്നത്. അതായത് ദൈവത്തിൽ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്ന ആരെയും ഏതെങ്കിലും ഒരു അയോഗ്യത ആരോപിച്ച് ദൈവം തള്ളിക്കളയില്ല എന്നാണ് ആ പ്രവാചകവാക്യങ്ങൾ നമ്മോട് അറിയിക്കുന്നത്. അതിന്റെ 7-ാം വാക്യം ഇങ്ങനെ തന്നെയാണ് വായിക്കുന്നത്. നമ്മൾ ഒരു പ്രാവശ്യം വായിച്ചിരുന്നല്ലോ, ഒന്നുകൂടെ ഞാനത് വായിക്കുന്നു. ഞാൻ എൻ്റെ വിശുദ്ധ പർവ്വതത്തിലേക്ക് കൊണ്ടുവന്ന് എൻ്റെ പ്രാർത്ഥനാലയത്തിൽ അവരെ സന്തോഷിപ്പിക്കും. അവരുടെ ഹോമയാഗങ്ങളും ഹന്യയാഗങ്ങളും എൻ്റെ യാഗപീഠത്തിന്മേൽ പ്രസാദകരമായിരിക്കും. എൻ്റെ ആലയം സകല ജാതികൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. വിശ്വസിക്കുകയും സമർപ്പിക്കുകയും ചെയ്യുന്ന സകലരെയും ദൈവത്തിന്റെ അടുക്കിലേക്ക് കൂട്ടിച്ചേർക്കുന്ന ഈ മഹാവാക്തത്വം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അല്ലെങ്കിൽ മിശിഹ ഭൂമിയിൽ വന്ന് തന്റെ ശുശ്രൂഷകൾ നിവർത്തിച്ചതിലൂടെ നിവൃത്തിയായി എന്ന് നമുക്കറിയാം. മാനുഷിക ചിന്തയിൽ അല്ലെങ്കിൽ നമ്മളൊക്കെ പല വിധത്തിൽ നമ്മൾ വിലയിരുത്തുന്നവരാണ്, അല്ലെങ്കിൽ ഓരോരുത്തരെയും ഓരോ നിലയിൽ നമ്മൾ കാണുന്നവരാണ്. അങ്ങനെയുള്ള മാനുഷിക ചിന്തയിൽ വിവിധ കാരണങ്ങളാൽ ഒഴിവാക്കപ്പെട്ടവരും മാറ്റി നിർത്തപ്പെട്ടവരുമായ എല്ലാവരോടും ദൈവം അരുളി ചെയ്യുന്നത്, അവരെ ഞാൻ എൻ്റെ വിശുദ്ധ പർവ്വതത്തിലേക്ക് കൊണ്ടുവന്ന് എൻ്റെ പ്രാർത്ഥനാ ഭവനത്തിൽ അവർക്ക് സന്തോഷം നൽകും. അവരുടെ ഹോമയാഗങ്ങളും അനനയാഗങ്ങളും എൻ്റെ യാഗപീഠത്തിന്മേൽ സ്വീകരിക്കപ്പെടുമെന്നാണ്. എന്തുകൊണ്ടെന്നാൽ എൻ്റെ ആലയം അല്ലെങ്കിൽ എൻ്റെ ഭവനം എല്ലാ ജനതകൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന നിലയിൽ തീരുമാനിക്കപ്പെട്ടതാണെന്നാണ് ആ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. നഷ്ടപ്പെട്ടുപോയ മനുഷ്യർക്ക് വേണ്ടിയുള്ള യേശു കർത്താവിന്റെ പരമയാഗം ലോക സ്ഥാപനത്തിന് മുമ്പേ നിശ്ചയിച്ചതാണെന്ന് നമ്മൾ അറിയാം. നമ്മൾ അങ്ങനെ പറയാറുണ്ട്, നമ്മളത് വിശ്വസിക്കുകയും പ്രസംഗിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ പറയുന്നത് പോലെ തന്നെ ദൈവത്തിന്റെ വാസസ്ഥലം സകല ജാതികൾക്കുമായി തുറന്നു നൽകുമെന്നുള്ളതും ദൈവത്തിന് ഹിതമായിരുന്നു എന്നാണ് ആ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ദേവാലയത്തെ ഇവിടെ നമുക്കറിയാം, ദൈവത്തിന്റെ വാസസ്ഥലം അല്ലെങ്കിൽ പ്രാർത്ഥനാലയം എന്നൊക്കെ പറയുമ്പോൾ ആലയം എന്നൊരു ഭവനമാണ്. എന്നിട്ട് ദേവാലയത്തെ ദൈവത്തിന്റെ ഭവനം എന്ന് വിളിച്ചിരുന്നു. ആ കാരണം അത് ആ സ്ഥലത്തെ ദൈവം തന്റെ വാസസ്ഥലമായി തിരഞ്ഞെടുത്തിരുന്നത് കൊണ്ടാണ് അതിനെ അങ്ങനെ വിളിച്ചിരുന്നതെന്ന് അതിന്റെ സങ്കീർത്തനങ്ങളൊക്കെ വാക്യങ്ങളുള്ളതെന്ന് നമുക്കറിയാം. കൂടാതെ അതിനെ പ്രാർത്ഥനാലയം എന്നോട് വിളിക്കാൻ കാരണം ദൈവിക ആരാധനയുടെ ഒരു പ്രധാന ഘടകമായ പ്രാർത്ഥന ദൈവാലയവുമായി അടുത്ത് ബന്ധമുള്ളതായിരുന്നതുകൊണ്ടാണ് അതിനെ പ്രാർത്ഥനാലയം എന്ന നിലയിലും വിളിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ശലോമോൻ രാജാവാണ് ഇതിന് പണി കഴിപ്പിച്ചതെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നല്ലോ. ആ ദേവാലയം പണി പൂർത്തീകരിച്ച് പ്രതിഷ്ഠിച്ച സമയത്ത് താൻ ദൈവത്തോട് അപേക്ഷിച്ച് ഇങ്ങനെയായിരുന്നു, അടിയൻ ഈ സ്ഥലത്ത് വെച്ച് കഴിക്കുന്ന പ്രാർത്ഥന, രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഒരു വാക്യമാണ്, ഇങ്ങനെയാണ്, അടിയൻ ഈ സ്ഥലത്ത് വെച്ച് കഴിക്കുന്ന പ്രാർത്ഥന കേൾക്കേണ്ടതിന് നിന്റെ നാമം ഉണ്ടായിരിക്കുമെന്ന് നീ അരുളി ചെയ്ത സ്ഥലമായ ഈ ആലയത്തിലേക്ക് രാവും പകലും തൃക്കൺ പാർത്തരുളണമേ. ഈ സ്ഥലത്ത് വെച്ച് പ്രാർത്ഥിപ്പാനിരിക്കുന്ന അടിയന്റെയും നിന്റെ ജനമായ ഇസ്രായേലിന്റെയും യാചന കേൾക്കണമേ. നിന്റെ വാസസ്ഥലമായ സ്വർഗത്തിൽ കേൾക്കണമേ, കേട്ട് ക്ഷമിക്കണമേ. അന്നേരം അവിടെ ഒരു പ്രാർത്ഥനാ സ്ഥലം എന്നുള്ള ആ പദം എന്ന് പറയുമ്പോൾ അത് ആരാധനയോട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ദേവാലയത്തോട് ബന്ധപ്പെട്ട ഒരു പദമാണെന്നുള്ളത് നമുക്ക് കാണുന്നുണ്ട്. അതുപോലെ പ്രവൃത്തിയുടെ പുസ്തകത്തിൽ പ്രാർത്ഥനാ സമയത്ത് ദേവാലയത്തിലേക്ക് പത്രോസും യോഹന്നാനും ചെന്ന കാര്യങ്ങൾ നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. അന്നേരം ഈ വാക്യങ്ങളൊക്കെ ആലയത്തിലെ പ്രാർത്ഥനയുടെ പ്രാധാന്യം കൂടെ വെളിപ്പെടുത്തുന്നതാണെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രിയമുള്ളവരെ, അത്യന്തികം പ്രാധാന്യമുള്ള ദൈവത്തിന്റെ വാസസ്ഥലമായ ദേവാലയത്തിലേക്ക് അല്ലെങ്കിൽ ആ പ്രാർത്ഥനാ സ്ഥലത്തിലേക്ക് യോഗ്യതയില്ലാത്തവരെ ക്ഷണിക്കുകയും അവരുടെ യാഗങ്ങളിലും വഴിപാടിലും ദൈവം പ്രസാദിക്കുന്നു എന്ന് അറിയുന്നതിലൂടെ രണ്ട് സന്ദേശങ്ങൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, അല്ലെങ്കിൽ നൽകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമുക്ക് പഴയ നിയമകാലത്ത് യഹൂദ മതത്തിലേക്ക് മതപരിവർത്തനം ചെയ്ത വിജാതിയരെ ഇസ്രായേലിൽ അംഗീകരിക്കുമായിരുന്നു. അവരെ ദൈവം അംഗീകരിക്കുന്നവർക്ക് മനസ്സിലായിരുന്നു. നമുക്കറിയാം, പല ഉദാഹരണങ്ങളുണ്ട്. രൂത്തിന്റെ ഉദാഹരണമുണ്ട്, രഹാബിന്റെ ഉദാഹരണമുണ്ട്. അങ്ങനെ ആ വന്യജാതികൾ എന്നൊക്കെ കടന്നു വന്നതിനെ കുറിച്ചുള്ള ഉദാഹരണങ്ങളൊക്കെ നമുക്കറിയാം. അന്നേരം അവരെ ഇസ്രായേലിൽ അംഗീകരിക്കുന്നുണ്ട്, അത് ദൈവവും അംഗീകരിക്കുന്നു എന്ന് അവർ വിചാരിക്കുന്നു. അതിന്റെ ഒപ്പം തന്നെ അവർക്ക് കൂടാതെ അവർക്ക് അവരുടേതായ യാഗങ്ങൾ അർപ്പിപ്പാൻ ഒക്കെ അവർക്ക് അവസരവും ഉണ്ടായിരുന്നു. ദേവാലയത്തിൽ അടുക്കൽ വരുവാനും ആ യാഗങ്ങൾ സമർപ്പിപ്പാനും ഒക്കെ അവർക്ക് അവസരം നൽകിയിരുന്നു. പക്ഷേ അങ്ങനെ മതം മാറിയവരായി തങ്ങളുടെ സമൂഹത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ആ വിദേശികളായവരെക്കാൾ തദ്ദേശീയരായ യഹൂദന്മാർക്ക് ഒരു ശ്രേഷ്ഠതയുണ്ടെന്ന് അവർ വിചാരിച്ചിരുന്നു, അവർ അങ്ങനെ കരുതിയിരുന്നു. അവർക്കിടയിലുള്ള ഈ വേർതിരിവ് രണ്ട് മനോഭാവങ്ങളെ സൃഷ്ടിച്ചിരുന്നു എന്ന് നമുക്ക് കാണുന്നുണ്ട്. ഒരു വശത്ത് ജാതി എന്ന വികാരം, അതിന്റെ ശ്രേഷ്ഠത, കൂടാതെ അവർ അബ്രഹാമിന്റെ സന്തതികളാണെന്നും പുരാതനവും ശ്രേഷ്ഠവുമായ നിരവധി വാഗ്ദാനങ്ങളുടെ അവകാശികളുമാണെന്നുള്ള ഒരു ചിന്ത അവരെ ഭരിച്ചിരുന്നു. മറുവശത്ത് ആ കടന്നു വരുന്നവർ അല്ലെങ്കിൽ വിദേശികളായിരുന്നവർ, മതപരിവർത്തനം ചെന്ന് കടന്നു വരുന്നവർ, അവരുടെ ഉള്ളത്തിൽ വിചാരിക്കുന്നത് അവർ വിദേശികളാണ്, അബ്രഹാമിൽ നിന്നുള്ള പ്രത്യേക അവകാശങ്ങൾക്ക് ഇനി പ്രത്യേക പ്രീതിക്ക് അല്ലെങ്കിൽ അതിനൊക്കെ പ്രത്യേക പ്രീതിയോ അല്ലെങ്കിൽ പ്രത്യേക കാര്യങ്ങളൊക്കെ ഇനിയും ആവശ്യമുണ്ടെന്ന് അങ്ങനെയും ചിന്തിച്ചിരുന്നു. അങ്ങനെ രണ്ട് വിധത്തിലുള്ള ചിന്ത അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ
കർത്താവായ യേശു ക്രിസ്തു അല്ലെങ്കിൽ മിശിഹായുടെ ക്ഷണപ്രകാരം ഈ സന്തോഷിക്കുവാനായി പ്രാർത്ഥനാലയത്തിലേക്ക് ഓടി വരുമ്പോൾ ഇതെല്ലാം ഇല്ലാതാകേണ്ടിയിരുന്നതാണ്. അതൊക്കെ മാറിപ്പോകേണ്ടതായിരുന്നു. യഥാർത്ഥത്തിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിലോ വംശത്തിലോ ജനിച്ചതിന്റെ പേരിൽ ലോകത്തിലെ ആരും ദൈവം മുമ്പാകെ പ്രത്യേക ശ്രേഷ്ഠത അവകാശപ്പെടാൻ കഴിയില്ല എന്നുള്ളതാണ് തിരുവചനം നമ്മെ കാണിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ എടുക്കുമ്പോൾ നമ്മുടെ വ്യക്തിപരമായ അവസ്ഥയിലേക്ക് നാം നോക്കുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിലെ അനുഭവങ്ങൾ, അതായത് ജനിച്ച കുടുംബം അല്ലെങ്കിൽ ജാതി, വംശം, സ്ഥലം, രാജ്യം, അല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും മുൻകാല സ്വഭാവം എന്നിവയുടെ പേരിൽ ആരും സ്വയമോ അല്ലാതെയോ ദൈവരാജ്യത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടേണ്ടതില്ല എന്നുള്ള സന്ദേശം കൂടിയാണ് ഈ പ്രവചന വാക്യങ്ങളോട് അതിൽ തെളിയിക്കുന്നത്. മാറ്റി നിർത്തപ്പെട്ടവർക്കും അതിന്റെ ഉള്ളിൽ കടന്നു വന്ന് സന്തോഷിക്കുവാൻ അവസരമുണ്ട് എന്നാണ് ആ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ മുന്നോട്ട് പോകട്ടെ. പ്രിയമുള്ളവരെ, ഇവിടെ ഒരു കൂട്ടരുടെ പ്രാർത്ഥനയിലും യാഗങ്ങളിലും ദൈവം എങ്ങനെ പ്രസാദിച്ചുവോ അതുപോലെ തന്നെ രണ്ടാമത്തെ കൂട്ടരിലും ദൈവിക പ്രസാദം ഉണ്ടാകുമെന്ന വാഗ്ദത്തമാണ് ഈ തിരുവചനത്തിലൂടെ അവിടെ പകരപ്പെടുന്നത് നമുക്ക് കാണുന്നുണ്ട്. അതായത് എല്ലാവർക്കും ഒരുപോലെ ദൈവത്തിങ്കിലേക്കുള്ള പ്രവേശനം ധാരാളമായി ഉണ്ടായിരിക്കുമെന്നാണ് ഈ വാക്യം നമ്മെ അറിയിക്കുന്നത്. നമുക്ക് മുന്നോട്ട് പോകാം. അതായത് ദൈവത്തിലുള്ള ധാരാളമായുള്ള പ്രവേശനം എന്ന് പറയുന്നത് അതൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു. മുമ്പ് നമ്മുടെ മെസ്സേജുകളിലൊക്കെ നമ്മളത് വിശദീകരിച്ചിട്ടുണ്ടല്ലോ. ഇവിടെ നാം ഓരോരുത്തരും സ്വർഗീയ പൗരന്മാരും വാഗ്ദത്തത്തിന്റെ അവകാശികളുമായിരിക്കെ, അല്ലെങ്കിൽ അവകാശങ്ങളൊക്കെ നമ്മുടെ മുൻപിൽ ഉണ്ടായിരിക്കെ, ആ പദവികളൊക്കെയും ഇനിയും ആ ദിവ്യക്ഷണം കിട്ടി കടന്നു വരുന്നവരുടേതുമായി അല്ലെങ്കിൽ അതുമായിട്ട് എന്തെങ്കിലും വ്യത്യാസമോ അല്ലെങ്കിൽ പ്രത്യേകതകളോ ഒന്നുമില്ല എന്നുള്ള കാര്യം അല്ലെങ്കിൽ എന്നുള്ള ആ അറിവ് ഈ തിരുവചനം, ഈ പ്രവചന വാക്യങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. നമ്മൾ ആ 56-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം വായിക്കുന്നത് ഇങ്ങനെയാണ്: യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്റെ രക്ഷ വരുവാനും എന്റെ നീതി വെളിപ്പെടുവാനും അടുത്തിരിക്കയാൽ ന്യായം പ്രമാണിച്ച് നീതി പ്രവർത്തിപ്പീൻ എന്നാണ് അവിടെ കാണുന്നത്. അതായത് എല്ലാവരുടെയും അടുക്കിലേക്ക് ദൈവത്തിന്റെ രക്ഷ വരുന്നതിന്റെയും അവന്റെ നീതി വെളിപ്പെടുന്നതിന്റെയും ദിനം അടുത്തു വരുന്നു എന്നാണ് യെശയ്യാ പ്രവാചകൻ ഇവിടെ വ്യക്തമാക്കുന്നത്. യഹൂദ ജനത്തിന്റെ ഉള്ള പ്രവചനമായി ഇത് അരുളി ചെയ്യുമ്പോൾ തന്നെ ദൈവത്തിന്റെ ഭവനത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവർ അല്ലെങ്കിൽ പ്രവേശനം ലഭിക്കാത്തവരോ അല്ലെങ്കിൽ പ്രവേശനത്തിന് നിയന്ത്രണങ്ങൾ, അല്ലെങ്കിൽ ഒരു പ്രവേശനം ലഭിച്ചിട്ടുണ്ട് എന്നാൽ ആ ലഭിച്ച പ്രവേശനത്തിന് നിയന്ത്രണങ്ങളോ ഉള്ള എല്ലാവരും അത് അറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് പ്രവാചകനിലൂടെ അത് എല്ലാവരുടെയും അടുക്കിലേക്ക് അത് അറിയിക്കുന്നതായിട്ട് ഈ വേദഭാഗം നമ്മെ ഓർമ്മപ്പെടുന്നതും. ഇന്ന് നമുക്ക് മുന്നിൽ ആ രക്ഷ വെളിപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ആ കാര്യങ്ങളൊക്കെ അറിയാം. പൗലോസ് കൊരിന്ത്യ ലേഖനത്തിൽ അത് എടുത്തു പറയുന്നുണ്ട്. ഇപ്പോൾ ആകുന്നു സുപ്രസാദകാലം, ഇപ്പോൾ ആകുന്നു രക്ഷാദിവസം എന്ന് പറയുമ്പോൾ അത് നമ്മുടെ മുമ്പിൽ വെളിപ്പെട്ട് നമുക്കത് വ്യക്തമായി കാണുന്നു എന്നുള്ളതാണ് അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നമ്മൾ വീണ്ടും മടങ്ങിയ 56-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നത്, ഞാൻ എൻ്റെ വിശുദ്ധ പർവ്വതത്തിലേക്ക് കൊണ്ടുവന്ന് എൻ്റെ പ്രാർത്ഥനാലയത്തിൽ അവരെ സന്തോഷിപ്പിക്കും. അവരുടെ ഹോമയാഗങ്ങളും ഹന്നയാഗങ്ങളും എൻ്റെ യാഗപീഠത്തിന്മേൽ പ്രസാദകരമായിരിക്കും. എൻ്റെ ആലയം സകല ജാതികൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. അതായത് അവിടെ പറയുന്നത് അവരവരുടെ വഴിപാടുകളും പ്രാർത്ഥനകളും പ്രസാദിക്കേണ്ടതിന് ദൈവത്തിന്റെ പ്രാർത്ഥനാലയത്തിലേക്ക് പ്രവേശിക്കുവാൻ സകല ജാതികളും സ്വാഗതം ചെയ്യപ്പെടും എന്നുള്ളതാണ് അവിടെ പറയുന്നത്. നമുക്കൊക്കെ അവകാശം ലഭിച്ചത്, നമുക്കൊക്കെ ഭാഗ്യം ലഭിച്ചത് ആ സ്വാഗതം തന്നെയാണ്. അത് ലോക സ്ഥാപനത്തിന് മുമ്പേ ഉള്ള തന്നെ സ്ഥാപനമാണ്, സ്വാഗതമാണ് എന്ന് നമുക്കറിയാം. ഈ വലിയൊരു വാഗ്ദത്തത്തിന്റെ ആമുഖ പ്രഖ്യാപനമാണ് കർത്താവായ യേശു ക്രിസ്തു ദേവാലയത്തിൽ വാങ്ങുന്നവരുടെയും വിൽക്കുന്നവരെയും പുറത്താക്കിക്കൊണ്ട് നടത്തിയത്. നമുക്കറിയാം, സുവിശേഷങ്ങൾ ആ ഭാഗം നമുക്കറിയാം. ദേവാലയത്തിനുള്ളിൽ ഒത്തിരി പേർ വാങ്ങുവാനും വിൽക്കുവാനും ഒക്കെ ഉണ്ടായിരുന്ന ആ സന്ദർഭങ്ങളെ കുറിച്ചൊക്കെ അറിയാം. അന്നേരം അവിടെ അവരെ എല്ലാം പുറത്താക്കി, ഒരു ചാട്ടുപാറ കൊണ്ടുവന്ന് അല്ലെങ്കിൽ ചാട്ടുപാറ ഉണ്ടാക്കി അവരെ പുറത്താക്കി അതൊക്കെ മറിച്ചിട്ടു എന്നുള്ള ഭാഗങ്ങളൊക്കെ നമുക്കറിയാം. അന്നേരം അതിന്റെ ആമുഖ പ്രസ്താവന അല്ലെങ്കിൽ അതിന്റെ പ്രാവർത്തികമാക്കുന്ന അല്ലെങ്കിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ആ ദിനത്തിലുള്ള ആ പ്രഖ്യാപനമായിരുന്നു യേശു കർത്താവ് അതേ ദേവാലയത്തിൽ വെച്ച് അവിടെ നടത്തുന്നത്. അവിടെ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. അന്ന് ആ പ്രഖ്യാപനം നടത്തുമ്പോൾ കർത്താവ് അതിനോടുകൂടി ഒരു വാചകം ചേർത്തത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിങ്ങനെയാണ്, മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്: എന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുമെന്ന് എഴുതിയിരിക്കുന്നു, നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ ഒരു വാചകം അവിടെ കൂട്ടിച്ചേർത്തത്, നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർക്കുന്നു എന്നൊരു വാചകം. പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുമെന്ന് പഴയ നിയമത്തിൽ കൊടുത്തിരിക്കുന്ന ആ പ്രവചനത്തോട്, യെരമ്യാ പ്രവചനത്തിലും അതിനോട് സമാനമായ ചില ചിന്തകൾ അവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ അതിലേക്ക് പിന്നെ വരാം. ഇതിൽ പറയുന്നത്, നിങ്ങളോ
എന്നെ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർക്കുന്നു എന്നൊരു വാചകം കൂടെ കർത്താവ് അവിടെ ചേർക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ വാചകം വായിക്കുമ്പോൾ തന്നെ നമ്മൾ പലപ്പോഴും വായിക്കുകയും പ്രസംഗിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. ഇത് കേൾക്കുമ്പോൾ കർത്താവിനെ വളരെയധികം കോപാകുലനായി പറയുന്നത് പോലെ വായനക്കാർക്ക് തോന്നാം. നമ്മൾ കേട്ടിട്ടുള്ളതും കണ്ടിട്ടുള്ളതും അങ്ങനെ തന്നെയാണ്. നമ്മൾ വീഡിയോകളിലൊക്കെ കണ്ടിട്ടുള്ള, ഫിലിമുകളിലൊക്കെ കണ്ടിട്ടുള്ളത് അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ കേട്ടിട്ടുള്ളത്, സഭകളിലൊക്കെ നമ്മൾ നിരക്കാത്ത പ്രവൃത്തികളെയൊക്കെ കാണുമ്പോൾ പലരും, പല പ്രായമുള്ളവരൊക്കെ പറയാറുണ്ട്, കർത്താവെ നീ അന്നെടുത്ത് ചാട്ടവാറുമായി ഒന്ന് വരണേ എന്ന് പറയുന്ന രീതികളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പലരും പറഞ്ഞു കേൾക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് സമൂഹത്തിലും അങ്ങനെയൊക്കെ പറയാറുണ്ട്. എന്നാൽ മർക്കോസിന്റെ സുവിശേഷത്തിൽ വരുമ്പോൾ അവിടെ പറയുന്ന വാക്യം ഞാനൊന്ന് വായിക്കാൻ ആഗ്രഹിക്കുന്നു. 11-ാം അധ്യായത്തിന്റെ 15 മുതലുള്ള വാക്യങ്ങളിൽ ഇങ്ങനെയാണ് കാണുന്നത്. അവർ യെരൂശലേമിൽ എത്തിയപ്പോൾ അവൻ ദേവാലയത്തിൽ കടന്നു, ദേവാലയത്തിൽ വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും പുറത്താക്കി തുടങ്ങി. പൊൻവാൺപക്കാരുടെ മേശകളെയും പ്രാക്കളെ വിൽക്കുന്നവരുടെ പീഠങ്ങളെയും മറിച്ചിട്ട് കളഞ്ഞു. ആരും ദേവാലയത്തിൽ കൂടി ഒരു വസ്തുവും കൊണ്ടുപോകുവാൻ സമ്മതിച്ചില്ല. പിന്നെ അവരെ ഉപദേശിച്ചു, എന്റെ ആലയം സകല ജാതികൾക്കും പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് എഴുതിയിരിക്കുന്നില്ലയോ? നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, അവിടെ ഒരു പദം കൊടുത്തിരിക്കുന്നത് പിന്നെ അവരെ ഉപദേശിച്ചു എന്നാണ് പറയുന്നത്. ഈ കാര്യങ്ങളെല്ലാം കർത്താവ് അവിടെ ഒരു ക്രമീകരണം വരുത്തി അതിനെല്ലാം മാറ്റിയിട്ട് അവരെ ഉപദേശിക്കുന്ന പോലെ, അവരെ വിളിച്ചു പറയുന്ന പോലെ ഒരു പദമാണ് അവിടെ കൊടുത്തിരിക്കുന്നത് മർക്കോസിന്റെ സുവിശേഷത്തിൽ വരുമ്പോൾ. പ്രിയമുള്ളവരെ, ദൈവത്തിന് പ്രസാദമുള്ള വഴിപാടുകളും യാഗങ്ങളും പ്രാർത്ഥനകളും അർപ്പിപ്പാൻ ദൈവത്തിന്റെ ഭവനത്തിലേക്ക് ദൈവത്താൽ ക്ഷണിക്കപ്പെട്ട് കടന്നു വന്ന ജനം അവിടെ ചെയ്യേണ്ടതല്ലാത്ത ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് കർത്താവ് അവരെ ഓർമ്മിപ്പിക്കുന്നത്. അവിടെ, അല്ലെങ്കിൽ കർത്താവ് അവിടെ അവരുടെ, നമ്മൾ യെശയ്യാപ്രവചനത്തിൽ വായിച്ചിരിക്കുന്നത്, ഞാൻ അവരുടെ പ്രാർത്ഥനകളിലും ഹോമയാഗങ്ങളിലും ഒക്കെ പ്രസാദിക്കും, അവരെ സന്തോഷിക്കും എന്നൊക്കെ പറയുമ്പോൾ അവിടേക്ക് അത് കാണുവാൻ വന്ന കർത്താവ് അവിടെ അതല്ല നടക്കുന്നു എന്നുള്ള കാര്യമാണ് കർത്താവ് അവരെ അറിയിക്കുന്നത്. പ്രിയമുള്ളവരെ, യെശയ്യാപ്രവചനങ്ങൾ, അല്ലെങ്കിൽ യെശയ്യാവിൽ നമ്മൾ വായിച്ച ആ 56-ാം അധ്യായത്തിലെ ആ പ്രവചനങ്ങൾ രേഖപ്പെടുത്തിയതിന് ഏകദേശം 650-700 വർഷങ്ങൾക്ക് ശേഷമാണ് കർത്താവ് യെരൂശലേം ദേവാലയത്തിൽ വന്ന് ഈ കാര്യങ്ങൾ പറയുന്നത് എന്നുള്ളത് നാം മനസ്സിലാക്കണം. അന്നേരം ഈ 700 വർഷങ്ങൾക്കുള്ളിൽ അവിടെ നിരവധി പുരോഹിതന്മാരും ഉപദേഷ്ടാക്കന്മാരും പരീശന്മാരും ശാസ്ത്രിമാരും പ്രഭുക്കന്മാരും അതുപോലെ സാമാന്യ ജനങ്ങളൊക്കെ അവിടെ കടന്നു വന്നിരുന്നു. നമുക്ക് ആ കാര്യങ്ങളൊക്കെ അറിയാം. കാരണം എല്ലാ വർഷവും അവരെല്ലാം ഒരുമിച്ച് കൂടുന്ന ഒരു സ്ഥലമായിരുന്നു. ഞാൻ അത് ആമുഖത്തിലേ പറഞ്ഞിരുന്നു. അന്നേരം അങ്ങനെയുള്ള അവരെല്ലാം കടന്നുപോയി. അവർക്കെല്ലാവർക്കും അവിടെ നടന്ന സംഭവങ്ങളെല്ലാം, അല്ലെങ്കിൽ നടന്ന കാര്യങ്ങളെല്ലാം സ്വാഭാവികമായിരുന്നു. അവർക്കൊരു വ്യത്യാസം തോന്നിയില്ല. അസ്വാഭാവികമായി യാതൊന്നും അവിടെ നടന്നതായിട്ട് അവർക്ക് ആർക്കും തോന്നിയില്ല. അവരാരും അവിടെ കള്ളന്മാരെയോ അല്ലെങ്കിൽ കള്ളന്മാരുടെ പ്രവൃത്തികളെയോ അവരാരും കണ്ടിരുന്നില്ല എന്നുള്ളത് നമുക്കറിയാം. അങ്ങനെ ഒരു സൂചന നമുക്ക് വേദപുസ്തക ചരിത്രത്തിൽ എവിടെയും കണ്ടിരുന്നില്ല. എന്നാൽ കർത്താവ് അവിടെ എത്തിയപ്പോൾ കാര്യങ്ങളുടെ ഗൗരവം മാറി എന്നുള്ളതാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. ഇന്നും നമ്മൾ ആത്മീകമെന്ന് വിചാരത്തിൽ ചെയ്യുന്ന പല കാര്യങ്ങളും ദൈവത്തിന് പ്രസാദമുള്ള വഴിപാടുകളും പ്രാർത്ഥനയുമാണോ അതോ കള്ളന്മാരുടെ ബിസിനസ് ആണോ എന്നുള്ള ഒരു ചോദ്യം അവിടെ നമ്മളോടും ചോദിക്കുന്ന ഒരു നിലയാണ് അവിടെ കാണാൻ കഴിയുന്നത്. പ്രിയമുള്ളവരെ, അതിനെ ആ നിലയിൽ തെളിയിക്കുന്നത് യേശു കർത്താവിന്റെ സാന്നിധ്യമാണ്. യേശു കർത്താവ് അന്ന് അവിടെ വന്ന് അങ്ങനെ ആ കാര്യങ്ങൾ അവിടെ ചെയ്തില്ലായിരുന്നെങ്കിൽ സ്വാഭാവികമായും അവിടെ നടക്കുന്ന പ്രവൃത്തികളുമായി അവിടെയുള്ളവർ, അതിന്റെ അധികാരികൾ അതുമായി മുന്നോട്ട് പോകുമായിരുന്നു. സാധാരണ ജനങ്ങളൊക്കെ വന്ന് അത് ആത്മീകമെന്ന് വിചാരിച്ച്, അത് ദൈവികമെന്ന് വിചാരിച്ച് ആ ചിന്തയിൽ അവർ മുന്നോട്ട് പോകുന്ന അതേ നിലയിൽ അവർ തുടർന്നു പോകുമായിരുന്നു. എന്നാൽ അതിനിടയ്ക്ക് കർത്താവ് വന്നതുകൊണ്ട് അതിനൊരു വ്യത്യാസമുണ്ട്. അതല്ല ദൈവം പ്രസാദിക്കുന്നത്, അതിനല്ല പ്രാർത്ഥനാലയത്തിൽ കൂട്ടിവരുത്തിയിരിക്കുന്നത് എന്നുള്ള ചിന്ത അവിടെ പറഞ്ഞു കൊടുക്കുന്നത്. അതിനുവേണ്ടി പ്രാർത്ഥനാലയത്തെ കുറിച്ച് ദൈവത്തിന്റെ ഒരു ആഗ്രഹമുണ്ട്. ഒരുപക്ഷെ ഞാൻ പറഞ്ഞതിന് മുമ്പ് ഒരു സ്വാഭാവികമായി തോന്നുന്നു. ഇന്നും പലപ്പോഴും പല കാര്യങ്ങളൊക്കെ, ലോകത്തിലെ പല കാര്യങ്ങൾ സ്വാഭാവികമായി നാം നമ്മുടെ കൂട്ടത്തിലേക്ക്, നമ്മുടെ ആചാരങ്ങളിലേക്ക്, നമ്മുടെ അനുഷ്ഠാനങ്ങളിലേക്കൊക്കെ നമ്മൾ കൊണ്ടുവരുമ്പോൾ വളരെ സ്വാഭാവികമെന്ന് തോന്നുന്ന പല കാര്യങ്ങളും പ്രിയമുള്ളവരെ, അതൊന്നും ദൈവത്തിന് പ്രസാദമുള്ള ഇല്ല എന്നുള്ള കാര്യം അത് കർത്താവിന്റെ സാന്നിധ്യം അത് തെളിയിക്കും എന്നുള്ളതാണ് ഈ വേദവാക്യം നമ്മെ അറിയിക്കുന്നത്. പ്രിയമുള്ളവരെ, ദൈവം പ്രസാദിക്കുന്ന ദേവാലയം എന്നുള്ളത് നമുക്ക് പിന്നീട് ഒരു ദിവസം അല്ലെങ്കിൽ അടുത്ത ദിവസത്തെ ക്ലാസ്സുകളിൽ നമുക്ക് ചിന്തിക്കാമെങ്കിലും നമ്മുടെ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നമ്മളാകുന്ന ദേവാലയത്തിൽ കർത്താവിന്റെ ശാസനയോ ഉപദേശമോ എപ്പോഴെങ്കിലും ഉണ്ടാകാറുണ്ടോ, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും നമ്മൾ കേൾക്കാറുണ്ടോ എന്നൊന്ന് ചിന്തിക്കുവാൻ ഈ സന്ധ്യാസമയത്ത് നമ്മുടെ ജീവിതത്തിൽ ഇടവരുത്തട്ടെ. പ്രിയമുള്ളവരെ, അങ്ങനെ ഒരു ശാസനയോ അങ്ങനെ ഒരു ഉപദേശമോ എപ്പോഴെങ്കിലും ഉണ്ടെങ്കിൽ, കാരണം നമുക്കുള്ള വാഗ്ദത്തം അതാണ്, അവിടെ കർത്താവ് സകല ജാതികളെയും അവന്റെ പ്രാർത്ഥനാലയത്തിൽ കൊണ്ടുവന്ന് അവിടെ സന്തോഷിപ്പിക്കുവാനും അവിടെ ദൈവത്തിൽ നിന്ന് അല്ലെങ്കിൽ ദൈവത്തിന് പ്രസാദമുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്യുവാനുള്ള അവസരം കൊടുത്ത് ദൈവത്തോട് കൂടെ ആയിരിക്കാനൊക്കെ ദൈവം ഇടവരുത്തി
വരുത്തും എന്നൊക്കെയാണ് നമുക്കുള്ള വാക്തത്വം. എന്നാൽ നാം പലപ്പോഴും ആ പ്രതീക്ഷയോട് കൂടെ തന്നെ, ആ പ്രത്യാശയോട് കൂടെ, ആ സന്തോഷത്തോടു കൂടെ നാം കടന്നു വരുമ്പോൾ യഥാർത്ഥത്തിൽ ദൈവം പ്രസാദിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടെ പരിശോധിക്കുവാനാണ് കർത്താവ് അതേ വാക്യം എടുത്തുകൊണ്ട് പുതിയ നിമിത്തിൽ നമ്മളോട് അരുളി ചെയ്തിരിക്കുന്നു എന്നുള്ള കാര്യം നാം മനസ്സിലാക്കുക. അങ്ങനെ നമ്മളാകുന്ന ദേവാലയത്തിൽ, നമ്മുടെ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ അങ്ങനെ ഒരു കർത്താവിന്റെ ശാസനയോ ഉപദേശമോ എപ്പോഴെങ്കിലും നാം കേട്ടിട്ടുണ്ടെങ്കിൽ അത് പ്രിയമുള്ളവരെ, അത് തെളിയിക്കുന്നത് ആ കർത്താവിന്റെ സാന്നിധ്യത്തെയാണ്. അത് കേട്ടിട്ടില്ല എങ്കിൽ കാര്യങ്ങളെല്ലാം നല്ല കറക്റ്റായി പോകുന്നു എന്ന് ഒരു വിധത്തിൽ നമുക്ക് പറയാം. അല്ലെങ്കിൽ കർത്താവ് അവിടെ വന്നിട്ടില്ല എന്ന് തന്നെയാണ് അത് നമ്മളെ അറിയിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ കാര്യം ഈ നിലയിൽ നാം നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കുമ്പോൾ, നമ്മുടെ ആത്മീയ ജീവിതത്തെ ഒന്ന് പരിശോധിക്കുമ്പോൾ, കർത്താവ് ഇതുവരെയും വരാത്ത നിലയിൽ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതൊന്നും കർത്താവ് അറിയുന്നില്ല എന്ന നിലയിലാണോ നമ്മളെ തന്നെ ഇന്ന് രാത്രി പരിശോധിക്കുവാനുള്ള നമ്മുടെ ജീവിതത്തിൽ ഒരു അവസരമാണ്. നാം ഓരോരുത്തരും ദേവാലയമാണ്. ഞാൻ ഇതിലേക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ആഴ്ചയിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. ആ തിരുവചന ദൈവത്തിന് പ്രസാദം എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ കടന്നു പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രി ഞാൻ ഇവിടെ കൺക്ലൂഡ് ചെയ്യുമ്പോൾ എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യം ഇത് തന്നെയാണ്. കർത്താവിന്റെ സാന്നിധ്യം ആ നിലയിൽ അനുഭവിപ്പാൻ ചില ശാസന, ചില ഉപദേശം, ചില കറക്ഷൻസ്, അവിടെ പ്രാർത്ഥനാലയം എന്ന നിലയിൽ ചില പുതിയ മാറ്റങ്ങളിലേക്കൊക്കെ ദൈവത്തിന്റെ ഒരു ആജ്ഞ അല്ലെങ്കിൽ ആത്മാവിന്റെ ശബ്ദം കേൾക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ ഇടവരുന്നുണ്ടോ എന്നുള്ളത് പരിശോധിപ്പാൻ ഇന്ന് രാത്രി നമ്മുടെ ജീവിതത്തിൽ ഇടവരുത്തേ. പ്രിയമുള്ളവരെ, ഇന്ന് ഈ തിരുവചന വിശദീകരണം കേൾക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരിക്കലും അല്ലെങ്കിൽ ശാസന ഇല്ലാത്തതുപോലെ, അല്ലെങ്കിൽ കർത്താവ് അറിയാത്തതുപോലെയുള്ള ഒരു അനുഭവം ഉണ്ടാകാതിരിക്കാൻ ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കൃപ ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ തിരുവചന ഭാഗത്തിൽ നിന്നിരിക്കുന്നു. ഇതിന് തുടർച്ചയായിട്ട് അടുത്ത ആഴ്ച നമുക്ക് ചിന്തിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. എന്റെ ധനവും മാനമെല്ലാം നിന്റെ മഹിമയ്ക്കായി മാത്രം. ലോകസ്നേഹം തേടുകയില്ല, ജീവിക്കും ഞാൻ നിനക്കായി മാത്രം. എന്റെ ധനവും മാനമെല്ലാം നിന്റെ മഹിമയ്ക്കായി മാത്രം. ലോകസ്നേഹം തേടുകയില്ല, ജീവിക്കും ഞാൻ നിനക്കായി മാത്രം. എന്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എന്റെതെല്ലാം നിനക്കു മാത്രം, എന്നെ തരുന്നിതാ. എന്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എന്റെതെല്ലാം നിനക്കു മാത്രം, എന്നെ മുറ്റും തരുന്നിതാ. എന്നെ മുറ്റും തരുന്നിതാ.